ഇപ്പോൾ CPM-ൻ്റെ കള്ളപ്രചരണങ്ങൾക്ക് മിനിറ്റുകളുടെ ആയുസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം നടന്ന ഉടൻ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇത് BJP ആണ് ചെയ്തതെന്ന് പറഞ്ഞുള്ള ഒരു കള്ളപ്രചരണമാണ് നടത്തിയത്. അത് കഴിഞ്ഞ് പാർട്ടി സഖാക്കന്മാരതെല്ലാം അത് ഏറ്റുപിടിച്ചു, സംസ്ഥാന സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു. അത് നമുക്കറിയാം, കുറേ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിലേഷിൻ്റെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് CITU പ്രവർത്തകനാണെന്നുള്ള കാര്യം. ഇതിൽ ഒന്നാം പ്രതി തന്നെ CITU പ്രവർത്തകനാണ്. നാലാം പ്രതി DYFIയുടെ നേതാവാണ് സുമിത്ത്. ഏഴാം പ്രതി മിഥുൻ അവിടുത്തെ മടത്തുംപടി യൂണിറ്റിലെ DYFIയുടെ അവിടുത്തെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരെല്ലാം CPM-ൻ്റെയും DYFIയുടെയും സജീവ പ്രവർത്തകരും അവരുടെ എല്ലാ കാര്യത്തിനും പോകുന്ന ആൾക്കാരുമാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഇതേപോലെയൊക്കെയുള്ള അവിടെ നിരന്തരമായിട്ടുള്ള കുഴപ്പങ്ങൾ CPM-നകത്തുണ്ട്. അവർ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർ തന്നെ കൊലപ്പെടുത്തിയിട്ട് ഇത് സംഘപരിവാറിൻ്റെയും BJP-യുടെയും മണ്ടയ്ക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ കള്ളപ്രചരണം നടത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നിഖിലേഷിൻ്റെ അമ്മ തന്നെ വെളിപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ രാജു അബ്രഹാമിൻ്റെ ഉത്തരം മുട്ടിപ്പോയി. രാജു അബ്രഹാം അറിയത്തില്ലെന്ന രീതിയിലാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ CPM തന്നെയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ CPM തന്നെയാണ്. ഇത് എന്തിനു വേണ്ടി കൊല നടത്തി എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ പോലീസിൻ്റെ FIR-ൽ ഒരിടത്തും ഇത് രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള സൂചന നൽകുന്ന പരാമർശം പോലുമില്ല. അവർ പറയുന്നത് പോലീസിൻ്റെ FIR-ലുള്ളത് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷം അത് കുത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിച്ചു എന്നുള്ളതാണ്. അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് CPM ഈ സംസ്ഥാന വ്യാപകമായി വ്യാജപ്രചാരണം BJP-യുടെയും RSS-ൻ്റെയും തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടി നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു സത്യാവസ്ഥ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കള്ളപ്രചരണം നടത്തുന്നത്. ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയമില്ലെന്നുള്ളത്. അപ്പോൾ പോലീസിന് വേണ്ടി സമ്മർദ്ദം കൊടുക്കുകയാണ്. അങ്ങനെ പറയണം, BJP-ക്ക് പങ്കുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഈ കള്ളപ്രചരണം ഇവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള തെളിവല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് BJP-ക്കോ സംഘപരിവാർ സംഘടനയ്ക്കോ ഒരു പങ്കുമില്ലെന്നുള്ളത് ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. CPM-നുള്ളിൽ അവിടെ വളരെ വലിയ വിഭാഗീയ പ്രശ്നങ്ങളാണ്. അവിടെ CPM-ൻ്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ മകനുമെതിരെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. CPM നേതാക്കന്മാർക്കെതിരെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വലിയ അഴിമതിയും അതേപോലൊക്കെ ഗുണ്ടായുസമാണ് പെരുന്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM-ലെ ആൾക്കാർ തമ്മിലടിക്കുന്നതാണ് അവിടെ കാഴ്ച. കൊലപ്പെടുത്തിയതും CPM, കൊല്ലപ്പെട്ടയാളും CPM, എന്നിട്ട് ഇത് സംഘപരിവാറിൻ്റെയും BJP-യുടെയും മണ്ടയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അനുഭാവി പോലും BJP-യുടെ ഒരു അനുഭാവി പോലും ഈ പ്രതികളിൽ ഇല്ല എന്നിരിക്കെ വലിയ പ്രകടനങ്ങളൊക്കെ DYFIയുടെ നേതൃത്വത്തിൽ നിന്ന് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായിരിക്കാം ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും RSS-ൻ്റെയും BJP-യുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ല, അവരെ സംബന്ധിച്ച് അവരുടെ ആളിനെ തന്നെ അവരുടെ ആൾക്കാർ കൊലപ്പെടുത്തി. അപ്പോൾ അവർക്ക് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ശരി, നേരെ RSS-ൻ്റെയും BJP-യുടെയും മണ്ടയ്ക്കോട്ട് വെക്കുക, എന്നിട്ട് കൊലപ്പെടുത്തിയത് BJP ആണ് എന്നുള്ള പ്രചരണങ്ങൾ നടത്തുക. സമൂഹത്തിന് മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമാർഗ്ഗം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഈ സത്യാവസ്ഥ എല്ലാം അറിയാം. 3 പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമായിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രതികൾ അവരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ? അവർ CPM അനുഭാവികളാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇവരെല്ലാം CPM-ൻ്റെ സജീവ പ്രവർത്തകരാണ്. കൊല ചെയ്യപ്പെട്ടയാളും കൊല്ലാൻ കൂട്ടുനിന്ന ആൾക്കാരും എല്ലാം CPM-ൻ്റെ ഗുണ്ടകളായിട്ടുള്ള ആൾക്കാരാണ്. CPM-ൻ്റെയും DYFIയുടെയും CITU-ൻ്റെയും പ്രവർത്തകരാണ് അവരെല്ലാം. അവരെല്ലാമാണ് കൊന്നതും കൊല ചെയ്യിപ്പിച്ചതും എല്ലാം. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് വ്യക്തമായിട്ടറിയാം ഇത് CPM-ൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളുണ്ടായ കൊലപാതകമാണ്. ഈ ഉൾപ്പെട്ടിരിക്കുന്ന 8 പേരും നാട്ടിൽ സ്ഥിരം സംഘർഷ അവസ്ഥയുണ്ടാക്കുന്ന ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണല്ലേ? അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതേപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തിലെല്ലാം പിന്നെ CPM-ആണ്. CPM-നുള്ളിലെ കടുത്ത വിഭാഗീയതയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ ഒരു വലിയ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഗുണ്ടായുസവും ആക്രമണവും ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നെ CPM കൊന്നതും അവരെ, കൊല്ലിച്ചതും അവരെ എന്നുള്ളതാണ് യഥാർത്ഥം. ഈ വ്യാജ പ്രചാരണങ്ങളെ എങ്ങനെയാണ് BJP പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? ഏത് രീതിയിലായിരിക്കും? BJP ഇത് ശക്തമായിട്ട് നേരിടും. കാരണം വെറും കള്ളപ്രചരണം, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതേപോലെ സംസ്ഥാന സെക്രട്ടറി വെറുതെ അങ്ങ് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇവർക്ക് ലജ്ജയില്ലേ? ഇത്രയും വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മിനിറ്റുകൾക്കകം ഇത് BJP ആണെന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഒരു പ്രതിരോധം തടുക്കാൻ ശ്രമിക്കുക? BJP-യുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ആവശ്യമുണ്ടല്ലോ. കാരണം ഒരു
വ്യാജ പ്രചാരണം സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടാവും? BJP ശക്തമായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ പ്രചരണ പരിപാടികളും BJP നേതൃത്വം കൊടുക്കും. ഈ നാട്ട് ജനങ്ങൾ ഇവരുടെ ഈ കള്ളത്തരം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രതിയുടെ അമ്മ തന്നെ ഈ കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ശക്തമായിട്ടുള്ള പ്രചരണമായിട്ട് BJP മുന്നോട്ട് പോകും. സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ? സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കള്ളത്തരം അവർ എന്നും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഇവരുടെ CPM ബന്ധമടക്കം ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് പോകുന്നുണ്ട്. അത് BJPയുടെ ഭാഗത്തുനിന്നും ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് ഇവർ തന്നെയാണ്, പാർട്ടി തന്നെയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ്. ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. വളരെ അത് മരിച്ചതിന് ശേഷം ഉടൻ തന്നെയാണ് പ്രസ്താവന കൊടുത്തിരിക്കുന്നത് BJP ആണെന്ന്. ഒരു മുൻ MLA ആയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടിരുന്ന ഒരാളാണ്, ജില്ലാ സെക്രട്ടറിയാണ്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇത് BJP ആണ്, സംഘപരിവാറാണ് എന്നുള്ള ഹീനമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കൊന്നതും കൊല്ലിപ്പിച്ചതും എല്ലാം CPMകാരാണ്. ഇരവാദം എന്നിട്ട് ഇരവാദമാണ്, ഇതാണെന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം രണ്ട് സൈഡിലും CPM തന്നെയാണ്, യഥാർത്ഥ പ്രതികളും അവർ തന്നെയാണ്. ഇപ്പോൾ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിനെ പ്രതിരോധിക്കുന്നതിനുണ്ട്. ഈ വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങൾ, പ്രതികരണങ്ങൾ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച് സാധാരണ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ VS സൂരജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായി തൊട്ട് പിറകെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ഇന്നലെ ഒന്നാം പ്രതി നിഖിലേഷിൻ്റെ അമ്മ ഇത് ഒന്നാം പ്രതിയായിട്ടുള്ള തൻ്റെ മകൻ നിഖിലേഷ് CITU പ്രവർത്തകനാണ്. ടിപ്പർ വാങ്ങിച്ചതിന് ശേഷം ടിപ്പറുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി CITUവിൻ്റെ ടിപ്പർ യൂണിയനിൽ അംഗമാകുകയായിരുന്നു. മറ്റൊരു സംഘടനയിലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയതോടെ CPMൻ്റെ വ്യാജ പ്രചരണങ്ങൾ പൂർണ്ണമായും പൊളിയുകയും ജനങ്ങൾ തള്ളിക്കളയുകയും അത് ജനങ്ങൾക്ക് മുന്നിൽ CPM നടത്തുന്ന ഈ ഗൂഢനീക്കം വെളിവാകുകയും ചെയ്തതായിരുന്നു.